ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പറയുന്ന ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് വജൈനൽ ഭാഗത്തായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രഗ്നൻസി കിട്ടുമോ എന്ന് ഏകദേശം ഒരു ധാരണ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ആ മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു ഫെർട്ടിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആ ഒരു സമയങ്ങളിലൊക്കെ പലരും പലതരത്തിലുള്ള മാർഗ്ഗങ്ങളൊക്കെ പരീക്ഷിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഫെർട്ടിലിറ്റി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവർ പരീക്ഷിക്കുന്നവരുമാണ് നമ്മൾ എല്ലാവരും തന്നെ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു 150 രൂപ മുതൽ മുടക്കിൽ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് വജൈനൽ pH ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. വജൈനൽ pH ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വജൈന എന്ന് പറയുന്നതാണ് നമ്മുടെ ആ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു എൻട്രൻസ് തുറന്നു കൊടുക്കുന്നത്. നമ്മുടെ വജൈനയും നമ്മുടെ മറ്റുള്ള ശരീരഭാഗങ്ങളെ പോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള മറ്റുള്ള ഭാഗങ്ങളെ പോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. സാധാരണയായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വജൈനയുണ്ട്. നമുക്ക് ഇച്ചിങ് ഉണ്ടാവുന്നില്ല, ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവില്ല, അൺയൂഷ്വൽ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജുകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ളൊരു വജൈന എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു വജൈനയാണ്. എന്നാൽ ചില സ്ത്രീകളിൽ ഈ ഒരു വജൈനയിലെ ഏരിയയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അവർ നേരിടാറുണ്ട്. അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വജൈനയിൽ എന്തെങ്കിലും ഇച്ചിങ് ഉണ്ടാവുക, അതായത് നമുക്ക് ചൊറിച്ചിലുണ്ടാവുക, പുകച്ചിലുണ്ടാവുക, ബാഡ് സ്മെല്ല് കൂടുതലായിട്ട് വരിക, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്ചാർജുകൾ, വജൈനൽ ഡിസ്ചാർജുകൾ, നമുക്ക് യോനിയിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ കുറച്ച് അൺയൂഷ്വലായിട്ട്, അതായത് ഗ്രീൻ കളറുള്ള സ്രവം വരിക, ഒരുപാട് കട്ടയായിട്ട് ചൊറിച്ചിലോട് കൂടിയിട്ട് സ്രവങ്ങളൊക്കെ ഉണ്ടാവുക. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ വജൈനയിൽ ഉണ്ടാകുമ്പോഴേക്കും ഒന്നുകിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെയോ അല്ലെങ്കിൽ വജൈനയുടെ pH ബാലൻസിൽ വ്യത്യാസം വരുന്നതിൻ്റെ ഒക്കെ ആയിരിക്കും നമുക്ക് അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇവിടെ നമ്മുടെ വജൈനയിലെ pH ലെവലിൽ വ്യത്യാസം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്പേമിന് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ആൽക്കലൈൻ ആയിട്ടുള്ള സ്പേം നമ്മുടെ വജൈനയിലെ pH ലെവൽ ഒന്ന് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വജൈനയ്ക്ക് അകത്തോട്ട് ഈ സ്പേമിനെ കടന്നു ചെല്ലാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന ഒരു ഫോറിൻ ബോഡിയായിട്ട് ഈ സ്പേമിനെ കണ്ടിട്ട് വജൈന തന്നെ ആ സ്പേമിനെ ഇല്ലാതാക്കുകയാണ് നാച്ചുറലി ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ നമ്മുടെ വജൈനയുടെ pH ലെവൽ ടെസ്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. വജൈനയുടെ pH ടെസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒരുപാട് ആപ്ലിക്കേഷനുകളും, അതായത് നെറ്റ്മെറ്റ്സ് പോലുള്ള മെഡിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളിലും അതുപോലെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ആപ്ലിക്കേഷനുകളിലും നമുക്ക് ഈ വജൈനയിൽ pH ലെവൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കിറ്റ് മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നെറ്റ്മെറ്റ്സിൻ്റെ ആപ്പിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നെറ്റ്മെറ്റ്സിൻ്റെ ആപ്പിൽ ഞാൻ നോക്കിയപ്പോഴേക്കും ഇവിടെ P-Safe എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ വജൈനൽ pH ടെസ്റ്റ് കിറ്റാണ് ഞാൻ നോക്കിയത് കേട്ടോ. ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ഒരു വജൈനൽ pH ടെസ്റ്റ് കിറ്റ് നമുക്ക് ഉപയോഗിക്കുമ്പോഴേക്കും അതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്വാബ് കിട്ടും. നമ്മൾ കോവിഡൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാബ് ഉണ്ടായിരുന്നില്ല, നമ്മുടെ മൂക്കിലിട്ട് ഇങ്ങനെ നമ്മുടെ മൂക്കിൻ്റെ സ്രവം എടുത്തിട്ടാണല്ലോ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് പോലെയുള്ള ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണല്ലോ നമുക്ക് കോവിഡ് ഉണ്ടോ കോവിഡ് ഇല്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒട്ടുമിക്ക ആളുകളൊക്കെ കോവിഡ് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വജൈനൽ pH ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു സ്വാബ് കിട്ടും, അതുപോലെ തന്നെ നമുക്കൊരു ലിറ്റ്മസ് പേപ്പർ കിട്ടും. അതായത് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ആ സ്വാബിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം നമുക്ക് ഒന്ന് അപ്ലൈ എന്താ പറയുക, അതിലോട്ടൊന്ന് പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പേപ്പർ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ലിറ്റ്മസ് പേപ്പർ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ജസ്റ്റ് ആ ഒരു ടെസ്റ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നമുക്കൊരു പേപ്പർ അവിടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ ചാർട്ടും ഉണ്ടാവും. അതായത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ എത്രത്തോളം എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊരു കളർ എത്തിക്കഴിഞ്ഞാലാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യവും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് സ്വാബും ടെസ്റ്റിംഗ് സ്ട്രിപ്പും അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ ചാർട്ടും ആയിരിക്കും അവിടെ കിട്ടുന്നത് കേട്ടോ. ഈ ടെസ്റ്റിംഗ് സ്ട്രിപ്പിലായിരിക്കും നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. സ്വാബിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് ടെസ്റ്റിംഗ് സ്ട്രിപ്പിൽ നമ്മളിത് തേച്ചിട്ട് നമ്മൾ ആ ഒരു ഇൻഡിക്കേറ്റർ ചാർട്ട് വെച്ച് നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സ്വാബ് എടുത്തിട്ട് നമ്മുടെ കൈയൊക്കെ നല്ലതുപോലെ അങ്ങ് വാഷ് ചെയ്യാട്ടോ. തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ കൈ നല്ലതുപോലെ സോപ്പൊക്കെ ഇട്ട് നല്ലപോലെ അങ്ങോട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ സ്വാബ് എടുക്കുക. ഈ സ്വാബ് എടുത്തിട്ട് നമ്മൾ വജൈന നമ്മുടെ ആ ഒരു ഏരിയ നമ്മളൊന്ന് ലൂസാക്കി പിടിക്കുക, അതായത് ടൈറ്റ് ആക്കിയിട്ടല്ല, നമ്മളൊന്ന് ഫ്രീ ആയിട്ടൊന്ന് ഇരുന്നിട്ട് നമ്മൾ ഈ സ്വാബ് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്വാബിനെ ഒന്ന് അനക്കി കൊടുക്കാം. ഈ സ്വാബിനൊന്ന് അനക്കി കൊടുക്കുമ്പോഴേക്കും അവിടെ നിന്ന് നമുക്ക് ആ ഒരു സ്രവം അവിടെ കളക്റ്റ് ആവും. ഈ കളക്റ്റ് ആവുന്ന ഈ സ്രവം എടുത്തിട്ട് നമ്മൾ ആ ഒരു ടെസ്റ്റിംഗ് സ്ട്രിപ്പിലോട്ട് ഒന്ന് പയ്യെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ടെസ്റ്റിംഗ് സ്ട്രിപ്പിലോട്ട് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേക്കും
ഒരു വാല്യൂ നമുക്ക് ആ ഒരു കളർ നമുക്ക് അവിടെ ചേഞ്ച് ആയിട്ട് കിട്ടും. നമുക്കൊരു ഇൻഡിക്കേറ്റർ ചാർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇൻഡിക്കേറ്റർ ചാർട്ടിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തിട്ടുണ്ടാകും. ഒരു 3.8 മുതൽ ഒരു 4.5 വരെയുള്ള ലിമിറ്റിലുള്ളതാണ് നിങ്ങൾക്ക് ആ കളറാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ വജൈനയിലെ ആ ഒരു pH ബാലൻസ് കറക്റ്റാണ്. വജൈനയിലെ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഇല്ല. സ്പേമിനെ കില്ല് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ വജൈനയ്ക്ക് ഇല്ല. നമ്മൾ വജൈനയോട് സ്പേമും തമ്മിൽ ആ ഒരു പൊരുത്തപ്പെട്ട് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എന്നാൽ നേരെ മറിച്ച് നമുക്ക് അതിനേക്കാളും മുകളിലാണ് വാല്യൂസ് കിട്ടുന്നതെങ്കിൽ അവിടെ വജൈനൽ pH ബാലൻസിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു pH ലെവലിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വജൈനയുടെ അകത്തേക്ക് വരുന്ന ഒരു സ്പേമിന് ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് വജൈനയ്ക്ക് സാധിക്കില്ല. ഈവൻ നമ്മുടെ ശരീരത്തിൽ സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടെങ്കിൽ കൂടി തന്നെയും ഈ വജൈനയ്ക്ക് സ്പേമിനെ നല്ലതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അകത്തേക്ക് കടത്തി വിടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറയാത്ത, അതായത് നമ്മളിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് സ്കാൻ ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്ക് എന്തെങ്കിലും ബ്ലഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടോ, അതുപോലെ നമുക്ക് എന്തെങ്കിലും എഗ്ഗ് ഗ്രോ ആകുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ, AMH ലെവലിൽ വ്യത്യാസമുണ്ടോ, ഹസ്ബൻഡിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പക്ഷേ ഈ വജൈനൽ pH ലെവൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്ത് വിടുന്ന ഒരു അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഒരു കാറ്റഗറിയിലൊക്കെ നമുക്ക് പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ വജൈനൽ pH ലെവലിലൊക്കെ വ്യത്യാസം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും ഒരു ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസിന് കാരണമാകും. കാരണം നമ്മുടെ ശരീരത്തിലോട്ട് കടന്ന് വരുന്ന ആ ഒരു സ്പേമിനെ ആ തുടക്കത്തിൽ വെച്ച് തന്നെ വജൈന അങ്ങോട്ട് നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്പേമിന് അങ്ങോട്ട് അകത്തേക്ക് കയറാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിലും ഹസ്ബൻഡിൻ്റെ സ്പേമിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ കൂടി തന്നെയും ആ വജൈന അകത്തേക്ക് കടത്തി വിടാത്തത് കൊണ്ട് സ്പേമിന് കൃത്യമായിട്ട് അകത്തേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കില്ല. അകത്തേക്ക് കടച്ച് ചെന്ന് എഗ്ഗിനെ മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് അവിടെ പ്രഗ്നൻസിയും പോസിബിൾ അല്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. സ്പേം ആൽക്കലൈൻ ആണ്. പിന്നെ വജൈനയുടെ pH ലെവൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്പേം തന്നെ വജൈന തന്നെ സ്പേമിനെ നശിപ്പിച്ച് കളയുന്നതിനും അത് കാരണമാകുന്നു. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ടെസ്റ്റ് കിറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ജസ്റ്റ് ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കുന്നത് അത്രയും തന്നെ ഈസിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ വജൈനൽ ടെസ്റ്റ് കിറ്റ് കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈൻ മേടിക്കാം, അതല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് നിങ്ങൾക്ക് ചോദിച്ചിട്ട് മേടിക്കാവുന്നതാണ്. നമുക്ക് വജൈനൽ pH ലെവൽ ടെസ്റ്റ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇനി നെറ്റ്മെറ്റ്സിൽ നിന്ന് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ നെറ്റ്മെറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് നമ്മൾ ഓൺലൈനായിട്ട് മെഡിസിൻസ് മേടിക്കുന്ന ആപ്ലിക്കേഷനാണ് കേട്ടോ നെറ്റ്മെറ്റ്സ്. ഈ നെറ്റ്മെറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാവുന്നതാണ്. P-Safe എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഞാനിപ്പോൾ വജൈനൽ ടെസ്റ്റ് കിറ്റ് കണ്ടത്. അതെനിക്ക് നോക്കിയെടുത്തോളം അതെനിക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് തോന്നിയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 200 റുപ്പീസിൽ താഴെ, അറൗണ്ട് ഒരു 150 റുപ്പീസൊക്കെ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 150 റുപ്പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വജൈനലിലെ pH ലെവലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വജൈനൽ pH ബാലൻസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വാല്യൂ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു വാല്യൂ അല്ല കിട്ടിയത്, അതായത് 3.8-നും 4.5-നും ഇടയിലുള്ള വാല്യൂ അല്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച കാര്യം ഒരു ഡോക്ടറോട് പറഞ്ഞതിന് ശേഷം നിങ്ങൾ അവരോട് ഈ കാര്യം നിങ്ങൾ പറയുക, നിങ്ങൾ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് കിട്ടിയ വാല്യൂ കൂടുതലായിരുന്നു. അപ്പോൾ ഡോക്ടർ നമുക്ക് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. വേറെ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യണോ, മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഇതും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.